ഫോട്ടോഗ്രാഫിലെ ഇന്നത്തെ അതിഥി ഷാർജയിലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ദിനേശ് കർത്ത. അദ്ദേഹം ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന ഒരു കോൺസെപ്റ്റ് UAE ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയും അതോടൊപ്പം തന്നെ നിരവധി ടിവിയിലും റേഡിയോയിലൂടെ എല്ലാവർക്കും സുപരിചിതനാണ്. ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിന്റെ ചീഫ് കൺസൾട്ടന്റും അതുപോലെ തന്നെ മാനേജിംഗ് പാർട്ണറും കൂടിയാണ് അദ്ദേഹം. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ഡോക്ടർ ദിനേശ് കർത്ത ഫോട്ടോഗ്രാഫിലേക്ക്. സർ നമസ്കാരം. നമസ്കാരം. സർ, ആദ്യം തന്നെ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്റർ ഈ ഒരു സ്ഥാപനം, ഈ ഒരു ക്ലിനിക് തുടങ്ങിയിട്ട് എത്ര വർഷം? 2005 ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ തുടങ്ങിയത്. ഞാൻ ഇതിന്റെ പാർട്ണർഷിപ്പ് ഏറ്റെടുത്ത് ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയായിട്ട് ഇപ്പോൾ 2 വർഷമാകും. ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊരു കോൺസെപ്റ്റ് എന്താണ്? ഹോളിസ്റ്റിക് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വിശദമാക്കാം. ഇന്ന് പലതരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ പ്രചാരത്തിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ പല ബ്രാഞ്ചുകൾ നമുക്ക് കാണാം. ഇതേപോലെ തന്നെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലേക്ക് കടന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രചാരത്തിലുള്ള പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം ആണെങ്കിൽ ആയുർവേദം, അതുപോലെ തന്നെ നാച്ചുറോപ്പതി, അതുപോലെ തന്നെ യോഗ തെറാപ്പി, അക്യുപഞ്ചർ, ഇങ്ങനെ പല ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ യുനാനി, സിദ്ധ, ഇങ്ങനെ ധാരാളം പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ പൊതുവെ നാം ഇന്നത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ കാണുന്നത് ഈ മെഡിക്കലായിട്ടുള്ള, അതുമല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യേണ്ട ഈ വ്യത്യസ്തങ്ങളായ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്ന് പോരടിക്കുന്ന ഒരു സ്ഥിതി ചിലയിടങ്ങളിലെങ്കിലും നാം കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ എല്ലാവരും എന്നല്ല പറയുന്നത്, എങ്കിൽ തന്നെ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളുടെ അടുത്ത് പോയാൽ ചിലപ്പോൾ ആയുർവേദത്തിനെ കുറിച്ചോ ബാക്കി സമാന്തര ചികിത്സകളെ കുറിച്ചോ അത്ര നല്ല അഭിപ്രായമായിരിക്കില്ല പറയുന്നത്. ഇത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രം പ്രശ്നമല്ല. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ പല ഡോക്ടേഴ്സിന്റെയും അടുത്ത് പോയി കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രം എന്നാൽ പൂർണ്ണമായും വിഷലിപ്തമായ ഒരു സമ്പ്രദായമാണ് എന്ന ഒരു ചിന്താധാര ചിലരെങ്കിലും വെച്ച് പുലർത്തുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നത് രോഗികൾക്കാണ്. കാരണം എല്ലാ ചികിത്സകൾക്കും അതിൻ്റെതായ ഗുണഫലങ്ങളുണ്ട്, അതിൻ്റെതായ പാർശ്വഫലങ്ങളുണ്ട്. ഞാൻ എല്ലാ രോഗങ്ങൾക്കും ഒരേ ഒരു സമ്പ്രദായം എന്നുള്ള അവസ്ഥയിൽ പലപ്പോഴും അത് പ്രാവർത്തികമാകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഹോളിസ്റ്റിക് ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാ ചികിത്സകളും കൂടി, എല്ലാ മരുന്നുകളും കൂടി അവിയൽ പരുവത്തിൽ കഴിക്കുക എന്നുള്ളതല്ല പലരുടെയും ധാരണ. അതുമല്ലെങ്കിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഹോളിസ്റ്റിക് മെഡിസിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പലരും വച്ചു പുലർത്തുന്ന ഒരു ധാരണ അതാണ്. അതായത് അലോപ്പതി മരുന്നിന്റെ ഒപ്പം കുറെ ആയുർവേദ മരുന്ന് കഴിക്കുക, കുറെ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുക, കുറെ പ്രകൃതിദത്തമായിട്ടുള്ള പൊടികളും ഇത് കലക്കി കുടിക്കുക. ഇതല്ല ഹോളിസ്റ്റിക് മെഡിസിൻ. ഒരാളുടെ ശാരീരികമായ പ്രത്യേകത, ഒരാളുടെ പ്രത്യേക രോഗലക്ഷണങ്ങൾ ഇത് മനസ്സിലാക്കി അവന്റെ സാമൂഹിക സാംസ്കാരിക ഒരു പാരമ്പര്യം കൂടി, അതുമല്ലെങ്കിൽ അവരുടെ സാഹചര്യം കൂടി ഇതുകൂടി കണക്കിലെടുത്ത്, അതോടൊപ്പം തന്നെ കുടുംബ പശ്ചാത്തലം, ഇതെല്ലാം കണക്കിലെടുത്ത് ഓരോ ചികിത്സാ സമ്പ്രദായങ്ങളിലെയും ഏറ്റവും ഗുണപ്രദമായ ഭാഗങ്ങൾ ഇത് സമന്വയിപ്പിച്ച് സമ്യക്കായി വേണ്ട രീതിയിൽ ഒരാൾക്ക് ചികിത്സ നൽകുക. ഒരു പ്രവാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ശൈത്യമാണെങ്കിൽ വളരെ കാഠിന്യമേറിയ ശൈത്യം എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയാണെങ്കിൽ അതികഠിനമായ ചൂട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊരു കോൺസെപ്റ്റിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ഈ 2 പ്രശ്നങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, നമ്മൾക്കറിയാം നമ്മളുടെ നാട്ടിലെയും മറ്റും അപേക്ഷിച്ച് ഈ പറഞ്ഞ ഗൾഫ്, മധ്യേഷ്യ പ്രദേശങ്ങളിൽ 2 തരം കാലാവസ്ഥയാണ് പ്രധാനമായിട്ടും കാണുന്നത്. ഒന്ന് അതിശൈത്യം, അല്ലെങ്കിൽ ശൈത്യകാലം. 2 ഈ പറഞ്ഞ പോലെ സമ്മർ സീസൺ, ചൂടുകാലം. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ചൂടുകാലത്തിൽ നിന്ന് തണുപ്പ് കാലത്തിലേക്കും തണുപ്പ് കാലത്തിൽ നിന്ന് ചൂടുകാലത്തിലേക്കും മാറുന്ന സമയത്ത് ഇവിടെ അനുഭവപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ്, പ്രത്യേകിച്ച് പൊടിക്കാറ്റ്. അപ്പോൾ
ക്ലൈമാറ്റുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇവിടെ പല അസുഖങ്ങളും ഈ സമയത്ത് അധികരിക്കുന്നതായിട്ട്, അതുമല്ലെങ്കിൽ അഗ്രിവേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ നിലനിൽക്കുമ്പോൾ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് എല്ലാം തന്നെ ഇത് അധികരിക്കുന്നതായിട്ട് കാണുന്നു. ആസ്തമയാണെങ്കിലും, അതേപോലെ തന്നെ സൈനസൈറ്റിസ് ആണെങ്കിലും, മറ്റ് അലർജി പ്രശ്നങ്ങളാണെങ്കിലും, ത്വക്ക് രോഗങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇങ്ങനെയൊരു ക്ലൈമറ്റിൽ അധികരിക്കുന്നതായിട്ട് കാണുന്നു. മറ്റൊരു പ്രശ്നം ഇവിടെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഉള്ളത് ഈ ഒരു കൃത്രിമ ശീതീകരണം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് ചൂടുകാലത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും ഇവിടെ ആളുകൾ ഇതിനോട് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അഡിക്റ്റഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് സ്വാഭാവികമായിട്ട് വേർക്കുക എന്നുള്ള ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളാനായിട്ട് പല വഴികളുണ്ട്. മൂത്രവിസർജനമുണ്ട്, മലവിസർജനമുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ത്വക്കിലൂടെയുള്ള ഈ വേർപ്പിലൂടെ, സ്വേദകണങ്ങളിലൂടെയുള്ള പുറത്തേക്കുള്ള പോക്ക്. ഇതും പലപ്പോഴും ഈ ഒരു കൃത്രിമ ശീതീകരണ സംവിധാനത്തിൽ, എയർ കണ്ടീഷനിങ്ങിൽ ഫുൾ ടൈം തന്നെ ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും സംഭവിക്കും. ഇവിടെ നാം ഓഫീസുകളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ കാണാം, തണുപ്പ് കാലത്ത് പോലും -18, 19 ഇങ്ങനെയുള്ള തണുപ്പുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ആളുകൾക്ക്. ഇത്രമാത്രം തണുപ്പ് എപ്പോഴും നിലനിൽക്കുന്ന ഒരവസ്ഥ. ഇതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ തണുപ്പ് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് സൈനസൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രണ്ട്, ചർമ്മത്തിന് നിർജ്ജലീകരണം സംഭവിക്കുന്നു. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. ഇതുകൊണ്ട് തന്നെ താരണം, അതേപോലെ തന്നെ ചർമ്മത്തിന് വരൾച്ച, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പുറത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ ഒന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് തലനീരിറക്കം ഇവിടെ വളരെ കൂടുതലാണ്. അതായത് പരമ്പരാഗത ഭാഷയിൽ പറയുകയാണെങ്കിൽ, നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ തലനീരിറക്കം എന്ന് പറയും. കാരണം ഈ പറഞ്ഞ പോലെ ചൂടുകാലത്ത് കാറിലും മറ്റും സഞ്ചരിക്കുന്നുള്ളൂ, അതുമല്ലെങ്കിൽ ഒന്ന് പുറത്തെല്ലാം പോയി ഒന്ന് നടന്ന് തിരിച്ച് കാറിൽ കയറുമ്പോൾ ശരീരമാകെ ഉയർത്തിരിക്കും. ഉടൻ തന്നെ കാറിന്റെ ഉള്ളിൽ കയറിയാൽ ഒരു നിമിഷം പോലും നമുക്ക് ശീതീകരണം ഇല്ലാതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉടൻ തന്നെ AC ഓൺ ചെയ്യുന്നു. ഈ രീതിയിൽ വിയർപ്പ് പെട്ടെന്ന് തണുപ്പടിച്ച് ആറുന്നത്, ഇത് പലപ്പോഴും തലനീരിറക്കവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തലവേദനകൾ, കഴുത്തിനും സന്ധികൾക്കുമെല്ലാം വേദനകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കും, വലിയ രീതിയിൽ ഭീകരമായിട്ടുള്ള രീതിയിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇതിനനുസരിച്ച് നമുക്ക് ശരിക്കും കാലാവസ്ഥ മാറുന്നു എന്നുള്ളത് ആളുകളുടെ ആരോഗ്യത്തെ നോക്കി തന്നെ മനസ്സിലാക്കാവുന്ന ഒരവസ്ഥയുടെ സംജാതമായിട്ടുണ്ട്. ഹോളിസ്റ്റിക് മെഡിസിനെ കുറിച്ച് ആധികാരികമായി സംസാരിച്ചു, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിപ്പോ എന്റെ ചോദ്യം, ഓരോ ആയുർവേദിക് യോഗ സെന്ററിൽ ഏതൊക്കെ തരം ട്രീറ്റ്മെന്റുകളുള്ളത്, ഏതൊക്കെ സമയത്താണ് അത് നമ്മൾ കൈകാര്യം ചെയ്യുക? നമ്മളുടെ സ്ഥാപനത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ആയുർവേദമുണ്ട്, അതോടൊപ്പം തന്നെ യോഗ അഭ്യാസമുണ്ട്. അത് കൂടാതെ പ്രകൃതി ചികിത്സ, അതല്ലെങ്കിൽ നാച്ചുറോപ്പതിക് മെഡിസിൻ, അതോടൊപ്പം തന്നെ അക്യുപഞ്ചർ, ചൈനീസ് ചികിത്സാ സമ്പ്രദായമായിട്ടുള്ള അക്യുപഞ്ചർ, ഇങ്ങനെ 4 സമാന്തര ചികിത്സകളുടെ, അതല്ലെങ്കിൽ സമാന്തരം എന്നുള്ളതിനേക്കാൾ ഞാൻ പരമ്പരാഗത ചികിത്സ എന്നുള്ള പദമാണ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള പരമ്പരാഗത ചികിത്സകളുടെ ഒരു സമന്വയം നമ്മളുടെ രോഗികൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്കറിയാം, ആയുർവേദം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും തന്നെ പാരമ്പര്യം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, യോഗയാണെങ്കിലും ഇന്ത്യയിൽ 5000 വർഷങ്ങൾക്ക് മുന്നേ മഹർഷി പതഞ്ജലി തുടങ്ങി വെച്ച ഈ ഒരു യോഗാഭ്യാസം, ഇതും ഇന്ന് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ, അതുപോലെ തന്നെ ശാസ്ത്രീയമായ തേച്ചുമിനക്കലിലൂടെ യോഗയും ഇന്ന് ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രകൃതി ജീവന തത്വങ്ങൾ, പ്രകൃതി ചികിത്സാ തത്വങ്ങൾ, അതായത് പലപ്പോഴും
രോഗികൾക്ക് എല്ലാ രോഗികൾക്കും മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അതുമല്ലെങ്കിൽ 1-2 മാസത്തിന്റെ അപ്പുറത്തേക്ക് പലപ്പോഴും മരുന്നുകൾ കഴിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു രോഗിക്ക് എപ്പോഴും നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള ജീവിതശൈലി മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതവന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ചൈനീസ് ചികിത്സാ സമ്പ്രദായമായ അക്യുപഞ്ചർ, ആയുർവേദ ചികിത്സയോളം തന്നെ ചൈനയ്ക്കും വളരെ വലിയൊരു താല്പര്യമുള്ള ഒരു രാജ്യമാണ്. വളരെ വലുതായ ഇതേപോലെ തന്നെ മഹത്തായ വലിയൊരു സംസ്കൃതി ഉള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ, ഇങ്ങനെ 4 ചികിത്സാ സമ്പ്രദായങ്ങളുടെ മനോഹരമായ ഒരു സമന്വയമാണ് നമ്മളുടെ ഓറയിൽ പറയുന്നത്. സാർ, ഇപ്പോ താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള കുറെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് താങ്കൾ സൂചിപ്പിക്കേണ്ടത്, അവരുടെ ഡീറ്റെയിൽസ് വ്യക്തമാണ്. അതെ, ഇപ്പോൾ നമുക്കിവിടെ ഞങ്ങളുടെ ഫീമെയിൽ കൺസൾട്ടന്റ് ആയിട്ട് ഉള്ളത് ഡോക്ടർ റജീന നവാസ് ഉണ്ട്. അവർ ഇതേപോലെ തന്നെ ബാച്ചിലർ ഇൻ ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറിയാണ്. പിന്നെ നമ്മോടൊപ്പം തന്നെ ഈ രീതിയിൽ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഇതിന്റെ രണ്ടിന്റെയും എക്സ്പേർട്സ് ആയിട്ടുള്ള 2 ഡോക്ടേഴ്സ് നമുക്ക് ഇവിടെയുണ്ട്. ഒന്ന് ഡോക്ടർ ദീപശ്രീ, അതോടൊപ്പം തന്നെ ഡോക്ടർ പ്രതിഭ. ഇങ്ങനെ 2 പേരാണ്. ഇത് കൂടാതെ ഇപ്പോൾ മൊത്തം ഒരു 3 ഡോക്ടേഴ്സ് നമ്മളുടെ പാനലിൽ ഈ പറഞ്ഞ രീതിയിൽ ഏതെല്ലാം ചികിത്സകൾ എങ്ങനെ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ഉണ്ട്. അതെ, അതോടൊപ്പം തന്നെ നമുക്ക് ഒഴിച്ചിൽ ഇതേപോലെയുള്ള പരമ്പരാഗത ചികിത്സകൾ നടത്താനായിട്ട് ഇതിനു വേണ്ടിയിട്ട് നാട്ടിൽ നിന്നായിട്ട് 5 സ്റ്റാഫോളം നമ്മളുടെ ഇവിടെയുണ്ട്. അതെ, 3 മെയിൽ സ്റ്റാഫും 2 ഫീമെയിൽ സ്റ്റാഫുമായി. പിന്നെ അതുകൂടാതെ റിസപ്ഷൻ ആക്ടിവിറ്റീസും ഓഫീസ് ഇതിനെല്ലാമായിട്ട് വേറെ സ്റ്റാഫുണ്ട്. സാർ നാട്ടിൽ എവിടെയാണ്? അതുപോലെ തന്നെ സാറിന് മറ്റു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ നാട്ടിൽ കോട്ടയം പാല സ്വദേശിയാണ്. പാലായിലെ ഒരു പരമ്പരാഗത അല്ലെങ്കിൽ പഴയ ഒരു തറവാട്ടിലാണ് ജനിച്ചത്. ഇപ്പോൾ 4 കെട്ടും എല്ലാമാണ്, പഴയ 4 കെട്ടും ഇതെല്ലാം ഉള്ള ഒരു വീടാണ്. തറവാട്ടിന്റെ പേര് ചെച്ചേരിൽ മഠം എന്നാണ്. എന്റെ മുത്തശ്ശൻ ശബരിമല മേൽശാന്തി എല്ലാമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എന്റെ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള മുത്തശ്ശനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള കലകളിലും അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുക ഇങ്ങനെയുള്ള ധാരാളം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. പിന്നെ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ പഠിച്ചിരുന്നത് ഫാക്ട് ഹൈസ്കൂളിലാണ്. ഫാക്ട് ഹൈസ്കൂളിന് അന്ന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പറഞ്ഞ 80-90 കാലഘട്ടങ്ങളിൽ തന്നെ കഥകളി ക്ലബുള്ള, ഫാക്ട് കേട്ടിട്ടുണ്ടാകും, കേരളത്തിലെ വ്യവസായ സംരംഭമാണ്, പബ്ലിക് സെക്ടറിലുള്ള വ്യവസായ സംരംഭമാണ്. ഈ ഫാക്ടിന്റെ സ്കൂളുകൾക്ക് അന്ന് തന്നെ ഒരു കഥകളി ക്ലബ് ഉണ്ടായിരുന്നു. കലാമണ്ഡലം കരുണാകരൻ ആശാൻ, അങ്ങനെ പ്രഗത്ഭനായ കലാമണ്ഡലം ഹൈദരാലി, ദിവംഗതനായ കലാമണ്ഡലം ഹൈദരാലി ആയിരുന്നു എന്റെ കഥകളി പദത്തിന്റെ ഗുരു. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം കഥകളി കലാകാരന്മാരുടെ നിറസാന്നിധ്യമുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ എന്റെ സ്കൂളിങ്ങെല്ലാം നടത്തിയിരുന്നത്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ കുട്ടിക്കാലത്ത് ഇവരുടെ എല്ലാം ഒരു നിർദ്ദേശപ്രകാരം കൂടി ഞാൻ അന്ന് തന്നെ പല പ്രോഗ്രാംസിൽ ആക്റ്റീവായിരുന്നു. മോണോ ആക്ട്, കഥാപ്രസംഗം, ഇങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരുന്നതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഈ ആശാന്മാരാണ് പറഞ്ഞത് നിനക്ക് ചാക്യാർകൂത്ത് ചേരും. അങ്ങനെ അന്ന് ചാക്യാർകൂത്ത് എനിക്ക് ഗുരുനാഥനായിട്ട് ലഭിച്ചത് ഈ തവണത്തെ കേരള സംഗീത നാടക അക്കാദമി കലാശ്രീ അവാർഡ് ലഭിച്ച കലാമണ്ഡലം ശ്രീ മാണി വാസുദേവ് ചാക്യാരാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ യുവജനോത്സവങ്ങൾക്ക് വേണ്ടി എല്ലാ കുട്ടികളെയും പോലെ തന്നെ യുവജനോത്സവത്തിന് വേണ്ടിയിട്ട് ചാക്യാർകൂത്തിന്റെ പഠനം ആരംഭിച്ചു. പിന്നീട് എന്തോ അതിനോടൊരു താല്പര്യം നിലനിന്നു. അതിന്റെ ഭാഗമായിട്ട് മാഷിന്റെ കീഴിൽ പഠനം തുടർന്നു. കേരളത്തിലും മറ്റു പലയിടങ്ങളിലുമായി 300-ലധികം വേദികളിൽ ഇന്ന് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു. ഇപ്പോൾ ഗൾഫിൽ ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചത് ഇവിടെ ഷാർജയിൽ ഒരു വേദി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം നവംബർ 1 റാസൽ ഗെയിമിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് അതിലും ചാക്യാർകൂത്ത് ചാക്യാർകൂത്തിന്റെ അവതരണം ഇന്നും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് വിട്ടിട്ട് അധികം സമയം ഇതിന് ലഭിക്കുന്നില്ല എന്നൊരു സങ്കടമാണുള്ളത്. അതേപോലെ തന്നെ സ്കൂൾ, അതുപോലെ തന്നെ പല മേഖലകളിൽ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം മലയാളം പദ്യപാരായണം, പ്രസംഗം, ഇങ്ങനെയുള്ള പല ഇന്നും ഇവിടെ പല വേദികളിലും അത്യാവശ്യം ഡോക്ടർ ദിനേശിനെ ചിലപ്പോഴെങ്കിലും കവിതകൾ പാടാനായിട്ട് ആളുകൾ ക്ഷണിക്കാറുണ്ട്. താങ്കൾ പല മേഖലകളിലും കലാമേഖലയുള്ള വ്യക്തിയാണ്. ചാക്യാർകൂത്ത്, കവിത. അപ്പോൾ നമുക്ക് എന്തായാലും ചാക്യാർകൂത്ത് ഈ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 കവിതയെങ്കിലും നമുക്ക് കേൾക്കാം.
ബാഗ്ദാദ് എന്നുള്ള കവിത ഇന്ന് കേരളത്തിലെല്ലാം എല്ലാ മുക്കിലും മൂലയിലും മുഴങ്ങിക്കേൾക്കുന്ന ഒരു കവിതയാണ്. ജനകീയമായ ഒരു കവിത എന്ന രീതിയിൽ അതിന്റെ ഒരു 2 വരി ഒന്ന് ചൊല്ലാനായിട്ട് ശ്രമിക്കാം. ഓർമ്മയിൽ നിന്ന് എടുക്കുന്നതാണ്. മണലു കരഞ്ഞു പറക്കുന്നേന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തലകീറി ചുടുചോര തെറിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണെന്ന് പറഞ്ഞു അറബിക്കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണെന്ന് പറഞ്ഞു അറബിക്കഥയിലെ ബാഗ്ദാദ്. താങ്കൾ ശ്രമിക്കുകയാണ് അല്ല ചെയ്തത്, താങ്കൾ ശരിക്കും ഒരു വലിയ കവിത നന്നായിട്ട് തന്നെ ആലോചിക്കുകയുണ്ടായത്. എന്തായാലും വളരെ സന്തോഷം. ഇനിയിപ്പോ താങ്കളുടെ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചില്ല, അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാം. എന്റെ ഭാര്യ ഡോക്ടർ അനുജ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ സർവീസിലാണ്. ആയുർവേദിക് മെഡിക്കൽ ഓഫീസറായിട്ട് ഇപ്പോൾ പൈങ്ങോട്ടൂർ കോതങ്കലത്തിനടുത്ത് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ ഒരു മകളാണുള്ളത്, ദയാലക്ഷ്മി. ഇപ്പോൾ 2ാം സ്റ്റാൻഡേർഡ് പൈങ്ങോട്ടൂർ തന്നെയുള്ള സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതേം വൈകാതെ തന്നെ അവർ 2 പേരും ഗൾഫിലെ കൂടെ ജോയിൻ ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പാലായിൽ തറവാട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ അച്ഛൻ്റെ അമ്മ മുത്തശ്ശിയുണ്ട്. ഇനി അമ്മയുടെ സൈഡിലുള്ള ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയും എല്ലാം മരിച്ചു. എന്നാൽ തന്നെ ധാരാളം കസിൻസ് എല്ലാം ഇന്ന് ഇപ്പോൾ ഇവിടെ UAE ഉള്ളത് കൊണ്ട് അവരുമെല്ലാമായിട്ട് ഒരു സൗഹൃദമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇത്രയും സമയം താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിൽ ഞങ്ങളുടെ ഹൃദയമായി നന്ദി. താങ്ക് യു. Marriage.com വിവാഹപ്രായമെത്തിയ മക്കൾക്ക്